ആ അഭിമുഖം എന്ന് കേട്ടോളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, സെന്റർ പോയിന്റിൽ തൊട്ടു അപകടത്തിലേക്ക് നിങ്ങൾ പോയി. അങ്ങനെയുള്ള മുഴുവൻ ഫിത്നകളും ഫസാദുകളും ഈ പറഞ്ഞ നാശങ്ങളും തുടങ്ങുന്ന ഒരു സ്ഥാപനമായി അത് മാറിയത് ഔലിയാക്കന്മാരെ മേലിൽ കുതിര കളിച്ചത് കൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ അവിടെ നിന്ന് നടന്ന അഭിമുഖമാണത്. അങ്ങനത്തെ വിലായത്തിന് മർദ്ദക്കാർ നമുക്ക് എതിരുന്നില്ല. CM വലിയുള്ളാഹിയെ കുറിച്ച് അവര് കുത്തുബുല്ലാലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്തത്? അംഗീകരിക്കാത്ത പ്രശ്നമില്ല. കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ജതുബുണ്ടാവാം. ജതുബുള്ള നേരത്തെ പോവാൻ പറഞ്ഞതന്നെ. അപ്പൊ അതും പറഞ്ഞു വേറൊരാള് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ജദ്ബില്ല. അവിടെ നിന്ന് പറഞ്ഞതാണ് അന ഖുതുബുൽ ആലം. ഈ രണ്ട് വാക്കിനെയും കളിയാക്കി അല്ലേ? അതാണ് മഹാനരായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ വചനത്തെ ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന അഞ്ഞ് ഞാനെന്നോവർ അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. എന്റെ വചനത്തെ യദ്ദിൻമാല മുഴുവനും ഞാനാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഉന്നത ജദ്ദിദും യുഗപുരുഷനുമാണ് ശൈഖുന മടവൂർ ഖദ്ദസ. അവരുടെ വചനമാണ് അന മുദബ്ബിറുൽ ആലം. അവരുടെ കലാമാണ് ലാ ജദ്ബ ഫിയ, എനിക്ക് ജദ്ബില്ല. ഈ രണ്ട് വാക്കുകളെയും കളിയാക്കിയ ടീം അപ്പോളെ കൊല്ലുന്ന നഞ്ഞി ഞാനെന്നോവർ. എങ്ങനെയാ കൊല്ലുക? അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. അതാണ് തൊട്ടത് സെന്റർ പോയിന്റിലാണ്. മുഹമ്മദ് ഷാ തങ്ങളെയാണ്, ഹബീബായ മുത്തു റസൂലിനെയാണ് സ്വല്ലല്ലാഹു. അതുകൊണ്ട് നിങ്ങൾ ഇബ്നു തൈമിയ്യ പുകഴ്ത്തിയേ പറ്റൂ. ആളുകൾക്കത് വ്യക്തമാണ്ടേ. അതുകൊണ്ട് ഈമാനിന്റെ കണികയെങ്കിലും ബാക്കിയുള്ള പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇനിയും നിങ്ങൾ അതിൽ അവശേഷിച്ച് നിൽക്കണ്ട. ഞങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ തെറി പറഞ്ഞോ. വയത് കഴിഞ്ഞാൽ തെറി പറയാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്കതിൽ പ്രയാസമില്ല, എന്തും പറയാം. ഞങ്ങളതിന് മറുപടി പറയാറും ഇല്ല. വ്യക്തിപരമായി ഞങ്ങളെ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങളെ ഈമാൻ ഈ പേരോടിന് വേണ്ടി, ഇതുപോലെയുള്ള ബിദ്അത്തുകാർക്ക് വേണ്ടി ഈമാൻ നശിപ്പിക്കണ്ട. ഇബ്നു തൈമിയെ മഹത്വവൽക്കരിക്കാൻ ആർക്ക് കഴിയും?